എല്ലാവരും ഞങ്ങളെ ഈ വീഡിയോ കണ്ട് സഹായിക്കണം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അസുഖമാണ്, 2 കുട്ടികളാണുള്ളത്. കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുക. $30 ലക്ഷം രൂപയാണ് ആവശ്യമുള്ളത്. എല്ലാവരും വീഡിയോ കണ്ട ഞങ്ങളെ സഹായിക്കണം. നമസ്കാരം, സുധീഷ് ചെമ്പകശ്ശേരിയാണ്. അപ്പോൾ ഞാനെന്നുള്ളത് വളരെയധികം സങ്കടകരമായ ഒരു അവസ്ഥയിലാണ് കേട്ടോ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇത് ശ്രീകൃഷ്ണപുരം പഞ്ചായത്തില് 13-ാം വാർഡില് തേക്കിൻകാട്ട് എന്ന് പറഞ്ഞൊരു വീട്ടിലെ ഒരു അനിൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനാണ്. അദ്ദേഹം 3 വർഷത്തോളമായിട്ട് കിഡ്നി പേഷ്യൻറ്റും അതുപോലെ തന്നെ അത് ലിവറിനെ ബാധിച്ച് അങ്ങനെ ചികിത്സയിലാണ്. അത് ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ ഇതിനു വേണ്ടി ചെലവാക്കൽ കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നലെയാണ് വിളിച്ചറിയിച്ചത്. ഇപ്പൊ അതിന്റെ പുറമെ തന്നെ ഇതിന്റെ കൂടെ തന്നെ ഇവിടുത്തെ ചേച്ചിക്ക് ഇദ്ദേഹത്തിന്റെ വൈഫിന് ഇതുപോലെ മജ്ജയ്ക്ക് ക്യാൻസർ ബാധിച്ചിട്ട് അതിന് ഒരുപാട് ചികിത്സയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ സത്യത്തിൽ ഈ കുടുംബം വല്ലാതെ ഒരു ദുരിത അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇവരുടെ അനിയന്മാരും ഏട്ടന്മാരുമായിട്ട് അവരെ കൊണ്ട് പറ്റാവുന്ന അവരൊക്കെ സാധാരണ കൂലിപ്പണിക്കാരാണ്. ആശാരിപ്പണിക്കാരനായിരുന്നു അദ്ദേഹവും. എല്ലാവരും കൂലിപ്പണിക്കാരാണ്. അപ്പൊ അവർക്കൊക്കെ പരിധികളുണ്ട്. അച്ഛനും അമ്മ അവരൊക്കെ വയസ്സായ ആളുകളാണ്, അവർക്കൊക്കെ പരിധികളുണ്ട്. അപ്പൊ അവരെ കൊണ്ട് എത്തിപ്പിടിക്കാത്ത ഒരു വലിയ തുക ഇനി ഇവർക്ക് ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അവരുടെ ചെലവുകൾക്ക് തന്നെ അവർക്ക് ബുദ്ധിമുട്ടാണ്. അറിയാലോ, നമുക്ക് ഇങ്ങനത്തെ ഒരു അസുഖം വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ അറിയാം. നമ്മളെ കൊണ്ടൊന്നും ഒരു സാധാരണ കുടുംബത്തെ കൊണ്ട് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ലക്ഷങ്ങളാണ് ഓരോ ചികിത്സയ്ക്കും വേണ്ടിയിട്ട് ഓരോ ഹോസ്പിറ്റലുകൾ ചോദിക്കുകയും ചെലവാക്കുകയും ചെയ്യുന്നത്. നമ്മൾ നിരവധി ആളുകളുടെ കേരളത്തിനും പുറത്തൊക്കെ ഉള്ള ആളുകളുടെ അതുപോലെ ആവശ്യങ്ങൾ വന്ന സമയത്ത് മലയാളികളും അതുപോലെ പുറത്തുള്ള ആളുകളും ഒക്കെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തെ നമുക്ക് സാധാരണ നിലയിലേക്ക് കൊണ്ടുവരണം. ഈ കുടുംബത്തെയും അതേപോലെ ഒരു കൈത്താങ്ങായി നമുക്ക് കൂടെ നിർത്താൻ കഴിയണം. അപ്പൊ അതിന് നമുക്കെന്താ വെച്ചാൽ ഇവരെ നിർത്തണമെങ്കിൽ ഇവർക്ക് ഇപ്പോൾ നിലവില് 30 ലക്ഷം എന്നാണ് അവർ പറയണമെങ്കിൽ കൂടി അതിൽ നിൽക്കും തോന്നുന്നില്ല. എന്തായാലും 10-40 ലക്ഷം രൂപയോളം അവർക്ക് മൊത്തം അവരുടെ ചെലവും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെലവുകൾ വരും. അപ്പൊ 40 ലക്ഷം രൂപയോളം നമ്മൾ എന്തായാലും സമാഹരിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളോട് ഇപ്പൊ പറഞ്ഞപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാൻ വരുമ്പോൾ വളരെ സങ്കടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും, ഇപ്പൊ എന്റെ കണ്ടമാനം ഫോളോവേഴ്സ് ഉണ്ട്, നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങളെല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയില്ലെങ്കിൽ കൂടി ഇങ്ങനെ സഹായിക്കാൻ കഴിയുന്ന ആളുകൾ നിരവധി ഉണ്ട്. അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ കഴിയുന്ന സഹായം ഞാൻ ഇദ്ദേഹത്തിന്റെ ഇവിടുത്തെ അക്കൗണ്ട് നമ്പറും അതുപോലെ ഗൂഗിൾ പേ നമ്പർ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറൊക്കെ ഞാൻ ഇവർക്ക് കൊടുക്കാം. അപ്പൊ നേരിട്ട് അദ്ദേഹത്തിലേക്ക് തന്നെ ഈ പൈസ എത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് കഴിയില്ലെങ്കിലും നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുത്താൽ, ഒരു ഷെയർ കൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. കാരണം നമുക്കൊരു ഷെയർ ചെയ്ത് കൊടുത്താൽ അത് മറ്റുള്ള ആളുകളിലേക്ക് എത്തും. ആ ആളുകൾക്ക് ചിലപ്പോൾ സഹായിക്കാൻ കഴിയുന്ന ആളുകളാണെങ്കിൽ അവര് സഹായിക്കും. എന്തായാലും ഇദ്ദേഹത്തെ നമുക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം, രക്ഷപ്പെടുത്തണം. അപ്പൊ അതിന് മാക്സിമം എത്ര ആളുകളിലേക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയുമോ അത്രയും ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിച്ചിട്ട് ഈ കുടുംബത്തെ സഹായിക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് ഞാൻ നിങ്ങളോട് നടത്തുന്നത്. അപ്പൊ എന്തായാലും ഇതിന്റെ ചികിത്സയുടെ നിലവിലുള്ള ഘട്ടങ്ങളെ കുറിച്ചൊക്കെ അവർ നമ്മളോട് സംസാരിക്കും. അപ്പൊ നമുക്ക് അത് കേൾക്കാം. അപ്പൊ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതൊരു അപേക്ഷയായിട്ട് തന്നെ നിങ്ങൾ കൂട്ടണം. കാണുന്ന ഓരോരുത്തരും ഇത് ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ. ദയനീയനാണ് അനിൽകുമാർ. ഇപ്പോൾ ഏകദേശം ഒരു 3 കൊല്ലമായിട്ട് ഈ അസുഖം തുടങ്ങിയിട്ട് ഡോക്ടർ പറഞ്ഞത്. ആദ്യം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ നിന്നാണ് അമൃതയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞത്. കാരണം ലിവറും കിഡ്നി ഇത് രണ്ടും മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇത് രണ്ടും മാറ്റി വെക്കണമെങ്കിൽ അമൃത പോലുള്ള വലിയൊരു ഹോസ്പിറ്റൽ മാത്രമേ നടക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ അമൃതയെ കൊണ്ടുപോയത്. ഇത് രണ്ടും മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞ എല്ലാമുള്ള ചിലവ് പറഞ്ഞത് 80 ലക്ഷം രൂപയാണ്. പക്ഷെ ഏകദേശം നമ്മളൊരു സമിതിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ പ്രവർത്തനം തുടങ്ങി. സമിതി പൈസയൊക്കെ ഉണ്ടാക്കി തന്നു. ഒരു 30 ലക്ഷം വരേക്ക് അമൃതയിൽ കെട്ടിവെച്ചിട്ട് ഇത് മൃതസഞ്ജീവനിയിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഇത് ഓർഗൻ വരിക. ഓർഗൻ വരുമ്പോൾ സ്ഥിതിക്ക് മുൻഗണന അടിസ്ഥാനത്തിലാണ് നമ്മളെ വിളിക്കുക. അപ്പോൾ ആ ഒരു ഇതിൽ അവിടെ കെട്ടിവെച്ചു. ആ സമയത്താണ് അനിൽകുമാറിന്റെ ഭാര്യ ദീപയ്ക്കും മജ്ജയിൽ ക്യാൻസർ എന്നറിഞ്ഞത്. അത് പൈസ ഒക്കെ അങ്ങനെ അവിടെ രണ്ടുപേരും ചികിത്സയ്ക്ക് വേണ്ടി ആ പൈസ ഒക്കെ ചെലവായി. അങ്ങനെ ഒരുപാട് സഹായങ്ങൾ ഈ നാട്ടിലൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. ഇനി കയ്യിലിപ്പോൾ പൈസയും കാര്യങ്ങളൊന്നുമില്ല. ഞാനും ഒരു കൂലിപ്പണിക്കാരനാണ്. നമ്മളെ സഹായിക്കാൻ ഞങ്ങളും ചെറുതായിട്ടൊക്കെ രീതിയിൽ സഹായിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ സഹായം കൊണ്ടൊന്നും ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഡയാലിസും കീമോ പാടെ ഒരാഴ്ചയിൽ ഒരു 5000-6000 റുപ്യ
ചിലവ് വരുന്നുണ്ട്. ഇത് രണ്ടും ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ കൂടും. ഈ ലിവറിൻ്റെയും കിഡ്നിയുടെയും ഇത് കാരണം അസുഖങ്ങൾ കൂടും. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകും. ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ബില്ല് തന്നെ ലക്ഷങ്ങളാണ് വരുന്നത്. അപ്പോൾ അതൊന്നും ഇപ്പം താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് സഹായിക്കണം അത് മാത്രമേ പറയുള്ളൂ. എൻ്റെ പേര് ആദിത്യൻ. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. എൻ്റെ അച്ഛനമ്മയ്ക്കും വയ്യ. നിങ്ങളെ കൊണ്ട് ആവണത് സഹായിക്കുക. ഞാന് കിഡ്നി മാറ്റി വെക്കേണ്ട ഒരു പേഷ്യൻ്റ്, കിഡ്നിയും ലിവറും മാറ്റി വെക്കേണ്ട ഒരു പേഷ്യൻ്റാണ്. എനിക്ക് ഇങ്ങനെ അസുഖം തുടങ്ങിയപ്പോൾ ഇവളുടെ കിഡ്നി, വൈഫിന്റെ കിഡ്നി എടുക്കാൻ വിചാരിച്ചിട്ട് തുടങ്ങിയതാണ്. അപ്പോഴാണ് ക്യാൻസർ ആണ് കണ്ടത്. അപ്പൊ ഞങ്ങൾക്ക് രണ്ടാൾക്കും ചികിത്സ വേണ്ടി വന്നു. ഈ 30 ലക്ഷം റുപ്യ പകുതി പൈസ 10 ഇഞ്ചക്ഷനത്തിന് 10 ലക്ഷം റുപ്യ വെച്ചിട്ട് അവിടെ ചെലവായി. എനിക്കും അതേപോലെ തന്നെ എനിക്കും അഡ്മിറ്റ് ആവുമ്പോൾ ലക്ഷങ്ങളും ചെലവുണ്ട്. അപ്പൊ അങ്ങനെ ആ പൈസ കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി ഇത് ചെയ്യണമെങ്കിൽ നിങ്ങളൊക്കെ സഹായിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. അതുകൊണ്ട് കിഡ്നിയും ലിവറും മാറ്റി വെക്കാനുള്ള ഒരു സംഖ്യ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർമാര്. ആ സംഖ്യ കിട്ടുകയാണെങ്കിൽ മാറ്റി വെക്കും. എല്ലാരും ഒന്ന് ഷെയർ ചെയ്യേ, പിന്നെ മാറ്റി വെക്കാൻ സഹായിക്കേ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെടും. ഇവൾക്ക് എന്താ കീമോ ചെയ്യണം. എനിക്ക് 1.5 വെച്ചിട്ട് മറ്റേ ഡയാലിസ് ചെയ്യണം. അതിനൊന്നും പൈസ ഇപ്പൊ കണ്ടെത്താൻ നിവൃത്തിയില്ല. പിന്നെ ആകെ 2 കുട്ടികളാണുള്ളത്. അവര് ഞാനും ഇവളും പോയി കഴിഞ്ഞാൽ അവർക്കൊന്നും ആരും ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്റെ അച്ഛനും അമ്മയ്ക്ക് അസുഖമാണ്. അമ്മയ്ക്ക് ക്യാൻസർ ആണ്. അച്ഛന് കിഡ്നി ലിവറും മാറ്റി വെക്കണം. എല്ലാരും സഹായിക്കണം. അപ്പോ നിങ്ങൾ കണ്ടല്ലോ ഒരവസ്ഥ. ഈ 2 പിഞ്ചു കുട്ടികളാണ്. സ്വതനാണ് ഇവര് ഹോസ്പിറ്റലൊക്കെ പോയി കഴിയുന്ന സമയത്ത് കൂടെ നിൽക്കാനും അവന്റെ വിദ്യാഭ്യാസവും വളരെയധികം ബുദ്ധിമുട്ടിനും പ്രശ്നങ്ങളുമാണ് ഈ പിഞ്ചു കുട്ടിയുടെ. അതെ, അപ്പൊ എന്തായാലും നമ്മളിതുപോലെ കുറെ ആളുകളെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. ഇത്രയും വലിയൊരു എമൗണ്ട് സംഖ്യ നിങ്ങളെ സഹായം ഇല്ലാതെ ഒരിക്കലും അവർക്ക് കണ്ടെത്താനോ അല്ലെങ്കിൽ ഇതിന് ചെയ്യാനോ കഴിയില്ല. അപ്പൊ നമുക്ക് ഇവരൊക്കെ ജീവിതത്തിലേക്ക്, ഈ പിഞ്ചു മക്കളെ ഓർത്തിട്ട്, നമുക്ക് ഇവരെ പിഞ്ചു മക്കളുടെ കാര്യം ഓർത്തിട്ട് നമുക്ക് ഇവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും, എല്ലാ കാണുന്ന ആളുകളും, എന്റെ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും ഇതൊന്ന് പരസ്പരം അങ്ങോട്ട് വാട്സാപ്പിലൂടെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം അത് ഞാൻ പറഞ്ഞല്ലോ, ഈ കുഞ്ഞു കുട്ടികളുടെ ഭാവി ഓർത്തിട്ട്, അവർക്ക് ആകെയുള്ള അമ്മ അച്ഛനുമാണ്. അവർ 2 പേരും അസുഖബാധിതരാണ്. അപ്പൊ അവരെ സഹായിക്കാൻ നിങ്ങൾ എല്ലാവരും തയ്യാറാവണം. ഇവരുടെ അക്കൗണ്ട് നമ്പറും അതുപോലെ ഗൂഗിൾ പേ നമ്പറും വിളിക്കാനുള്ള നമ്പറും ഒക്കെ ഞാൻ ഇതിന്റെ ക്യാപ്ഷനിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും സഹായിക്കുക, ഷെയർ ചെയ്യുക കേട്ടോ. പറ്റിയോ?